സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6th സെമ്മിന്റെ ഓഫീസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൽ എക്സാമിന് ചോദിച്ചു വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്ക്. ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അത് മാത്രം പഠിച്ചു പോവാ എന്നല്ല ഉദ്ദേശം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, ആ ഏരിയ കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഓക്കെ, അതായത് മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയും. ഓക്കെ, അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് എസ്എ, ഷോർട്ട് എസ്എ പോലെയുള്ള ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, ആദ്യം ഷോർട്ട് എസ്എ ഭാഗങ്ങൾ പറയാം, പിന്നെ മെയിൻ എസ്എ. കാരണം നമുക്ക് അങ്ങനെ ഷോർട്ട് എസ്എ, മെയിൻ എസ്എ ചിലപ്പോൾ എന്തായ എസ്എ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് എസ്എയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് എസ്എയിലുള്ള കാര്യങ്ങൾ നമുക്ക് മെയിൻ എസ്എ ആയിട്ട് വരാം. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഷോർട്ട് എസ്സേയും എസ്സേയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പഠിക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ മാറി ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഓഫീസ് ഓട്ടോമേഷന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററി എന്താണ്, ഇന്റർനെറ്റ് എന്നൊക്കെ 2 മാർക്കിന്റെ ചോദ്യമൊക്കെ ചോദിച്ചു വന്നിട്ട് പലതവണ അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് പഠിക്കുന്ന സമയത്ത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിന്റെ ഹിസ്റ്ററി നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, മെയിൻ എസ്സേ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ് വിട്ടുപോകാതെ പഠിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നെറ്റ്വർക്കിന്റെ പല ടൈപ്സ് പഠിക്കുന്നുണ്ട് നമ്മൾ അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിന്റെ ടൈപ്സ് ഒഴിച്ചുകൂടാ. ഏതൊരു ഓഫീസ് ഓട്ടോമേഷന്റെ ഏതൊരു ചോദ്യ പേപ്പർ എടുത്തു കഴിഞ്ഞാലും മിക്ക ചോദ്യ പേപ്പറുകളിൽ നമ്മൾ കണ്ടുവന്ന ചോദ്യമാണ് ഇത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിന്റെ ടൈപ്സ് വ്യക്തമാക്കിയിട്ട് പഠിച്ചോളാം. ഓക്കെ, അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് പഠിക്കുന്നില്ലേ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അങ്ങനെ ഒരുപാട് ടൈപ്സ് പ്രോട്ടോകോൾസ് പഠിക്കുന്നുണ്ട്. എന്താ പ്രോട്ടോകോൾസ്, അതിന്റെ ടൈപ്സ് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് EDI, ഷോർട്ട് എസ്സേ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് EDI. എന്താ EDI എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്. ആ EDIയുടെ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ്, അങ്ങനെ പോയിന്റ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഷോർട്ട് എസ്സേ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇത് EDI എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഷോർട്ട് എസ്സേ ഭാഗത്ത് നിന്ന് ചോദിച്ചു വരുന്ന ഒന്നാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറും അതിന്റെ ഫീച്ചേഴ്സും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. പിന്നെ ഉള്ളത് ഈ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ്, അതിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക. അതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ എസ്സേക്ക് ചോദിക്കാം. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റും അതിന്റെ ബെനിഫിറ്റ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് പഠിക്കുന്ന സമയത്ത് അതിന്റെ അനുബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് എസ്സേ വന്നാലും മെയിൻ എസ്സേ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് അതിന്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു വെക്കുക, ബെനിഫിറ്റ്സ് പഠിച്ചു വെക്കുക. ഷോർട്ട് എസ്സേ വരാം, മെയിൻ എസ്സേയും വരാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മാക്രോസ്. എന്താ മാക്രോസ് എന്ന് പഠിക്കുക. സ്റ്റെപ്സ് ടു റെക്കോർഡ് മാക്രോസ്, ഷോർട്ട് എസ്സേ വരുന്ന ഒരു ചോദ്യമാണ്. മാക്രോസ് എന്താണ്, സ്റ്റെപ്സ് ടു റെക്കോർഡ് മാക്രോസ് ഒരു തവണ ചോദിച്ചു വന്ന ചോദ്യമാണ്. മാക്രോസ് എന്താണ്, സ്റ്റെപ്സ് ടു റെക്കോർഡ് മാക്രോസ്. ഓക്കെ, പിന്നെ ഉള്ളത് വേർഡ് പ്രോസസ്സർ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മൾ നേരത്തെ നെറ്റ്വർക്കിന്റെ ടൈപ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതേപോലെ തന്നെ അതിന്റെ കോമ്പണൻസ് ചോദിക്കും. കോമ്പണൻസ് ഓഫ് നെറ്റ്വർക്ക് സിസ്റ്റത്തിന്റെ കോമ്പണൻസ് എന്തൊക്കെ, ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇമെയിൽ അറിയാം, ഇലക്ട്രോണിക് മെയിൽ, അതിന്റെ ഫീച്ചേഴ്സ്, ഇമെയില് അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമേഷൻ ആൻഡ് ട്രാൻസിഷൻ ഇൻ MS പവർപോയിന്റിലെ ആനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് പഠിച്ചു വെക്കുക. MS പവർപോയിന്റിലെ ആനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് എസ്സേയിൽ നമുക്ക് ചോദിച്ചു വരാൻ സാധ്യതയുള്ളതാണ്. അതിൽ നിന്ന് മെയിൻ എസ്സേയും വരാം. ഇനി മെയിൻ എസ്സേ ആയിട്ട് ചോദിച്ചു വരാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് പറഞ്ഞിട്ട് അതിന്റെ ബെനിഫിറ്റ് ചിലപ്പോൾ മെയിൻ എസ്സേ ആയിട്ട് വരാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജി പഠിക്കുന്നില്ലേ, നെറ്റ്വർക്ക് ടോപ്പോളജി, അതിന്റെ ഡിഫറെന്റ് അല്ലെങ്കിൽ വേരിയസ് ടോപ്പോളജീസ്, വ്യത്യസ്ത ടൈപ്പ് ടോപ്പോളജീസ്, നെറ്റ്വർക്ക് ടോപ്പോളജീസ് പഠിക്കുന്നുണ്ട്.
100% പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചോളാം. ഓക്കെ, ടോപ്പോളജീസ് നിർബന്ധമായിട്ടും, അതായത് 95% നമുക്ക് ചോദിച്ചു വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇത് നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പോളജീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ടൈപ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളാം. പിന്നെയുള്ളതെന്ന് പറയുന്നത് മെയിൻ എസ് ആയിട്ട് ചോദിച്ചു വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഓക്കെ ഒരുപാടുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ, ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ ദി ഇന്റർനെറ്റ്. പിന്നെയുള്ളത് ഫങ്ഷൻസ് ഇൻ എക്സൽ. എക്സലിന്റെ ഫങ്ഷൻസ് ഷോർട്ടായിട്ടും മെയിൻ ആയിട്ടും ഒക്കെ പലതവണ ചോദിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് ചോദിക്കും. ഓക്കെ, ഫങ്ഷൻസ് ഇൻ എക്സൽ, എക്സലിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചോളാം. പിന്നെയുള്ളത് മെയിൽ മെർജ്. മെയിൽ മെർജ് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ ദ പ്രോസസ് ഓഫ് മെയിൽ മെർജ് ഇൻ MS വേർഡ്. MS വേർഡില് മെയിൽ മെർജിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, ഓക്കെ അത് പഠിക്കുക. മെയിൽ മെർജ്, അതേപോലെ തന്നെ പ്രോസസ് ഓഫ് മെയിൽ മെർജ് ഇൻ MS എക്സൽ. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് MS വേർഡ് നോക്കുക. നമുക്കറിയുന്ന കാര്യമാണ് MS വേർഡ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കാം. MS വേർഡ്, ഫീച്ചേഴ്സ് ഓഫ് MS വേർഡ്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ PowerPoint helps to make effective presentation. ഹൗ PowerPoint helps to make effective presentation. എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷന് PowerPoint സഹായിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ ടൂൾ എന്ന നിലയ്ക്ക് ഇന്റർനെറ്റിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്. ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇന്റർനെറ്റ് ആസ് എ ടൂൾ ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ടൂൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്റർനെറ്റിന്. ആ നിലയ്ക്ക് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും വളരെ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോളാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഷോർട്ട് എസ്സേ, മെയിൻ എസ്സേ ആയിട്ട് നമുക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ഭാഗത്ത് നിന്ന് എന്തായാലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ടൈപ്സ്, ടോപ്പോളജീസ്, അങ്ങനെ ആവർത്തിച്ച് വരുന്ന, എപ്പോഴും ആവർത്തിച്ച് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ ചെറിയ മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ ഇന്റർനെറ്റ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ പലതരത്തിന്റെ ഫുൾ ഫോം ചോദിക്കാം. പ്രോട്ടോകോൾസ് ഒക്കെ ഇപ്പോൾ FTP, HTTP, WWW അങ്ങനെ പ്രോട്ടോകോൾസിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കാരണം നമ്മൾ ഈ മെയിൻ എസ്സേ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ത് വരിക, ചെറിയ മാർക്കിന്റെ സാധനങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോളാം. ഇത് മാത്രമല്ല, നിങ്ങൾ മാക്സിമം 90% പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, താരതമ്യം നമ്മളോട് വിട്ടുപോകുന്ന കാര്യമാണ് അല്ലെ, എല്ലാം ഒരുമിച്ച് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വിട്ടുപോകും. ചിലപ്പോൾ എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ വിചാരിക്കുക എന്താണ് ആ ടോപ്പിക്ക് നോക്കിയിട്ടില്ലല്ലോ, പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും വരണ്ട. പഠിക്കുന്ന സമയത്ത്, പഠിച്ചിരിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്ക് കൂടെ എന്ത് ചെയ്യാം, കവർ ചെയ്തിനൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.